ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ അതേ നാട്ടിൽ നിന്ന് പോയി വന്ന് നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് തുടങ്ങുകയാണ്. ഇവിടേക്ക് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് സമ്മർ ടൈമിലും പോകാനും വിൻ്റർ ടൈമിലും പോകാനായിട്ട്. അപ്പോൾ ഇവിടെ സമ്മറാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് 1 hour ഉള്ളോട്ടോ കേട്ടോ അവിടേക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് ഫ്രാങ്കമുത്താണ്. ഞാനപ്പോൾ വിചാരിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമായതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നത് ഒരു കോഫി കുടിച്ചിട്ടാവാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരു കോഫിയും ഏട്ടനൊരു കോഫിയും കുടിച്ചു. ഞാനൊരു മാംഗോ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ലെമണേഡ് കഴിച്ചു. ഞങ്ങളുടെ യാത്ര ഇവിടുന്ന് തുടങ്ങുകയാണ്. അപ്പോൾ മോങ്ക്രി ഉറങ്ങിപ്പോയിട്ടാ. 1 hour ഡ്രൈവ് അല്ലേ. അവിടെ എത്തുമ്പോഴാണ് എഴുന്നേറ്റത്. ഞങ്ങൾ പോകുന്നത് ഫ്രാങ്കമുത്താണ്. അപ്പോൾ ഞങ്ങൾ ഫ്രാങ്കമുത്ത് എത്തിയിട്ടാണ്. അപ്പോൾ ഇവിടെ പോകുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 സൈഡിലും നിറയെ പാടങ്ങളാണ് കേട്ടോ. ആ സിറ്റിയുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നിറയെ കൃഷി സ്ഥലങ്ങളാണ്. പിന്നെ അവിടെ നിന്ന് കുറച്ചും കൂടി പോയിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് ഒരു ഡൗൺ ടൗൺ കാണാം. അപ്പോൾ ആ ഡൗൺ ടൗണിലേക്കാണ് നമ്മളെല്ലാവരും പോകുന്നത് കേട്ടോ. ഒരു കൊച്ചൊരു ഡൗൺ ടൗൺ ആണ്. പക്ഷേ സമ്മർ ടൈമിലായാലും വിൻ്റർ ടൈമിലായാലും അവർ ആ ഡൗൺ ടൗണിന് നല്ല ഭംഗിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ തോന്നും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം നിങ്ങൾക്കും അത് കാണിച്ചു തരാമെന്നുള്ള ഒരു പ്ലാനിലാണ് ഞാൻ ഈ പ്രാവശ്യം വീഡിയോ എടുത്തത്. അപ്പോൾ നമ്മൾ പാടങ്ങളൊക്കെ കടന്ന് നമ്മുടെ ഡൗൺ ടൗണിൽ എത്തിയിട്ട് ഇതാണ് ഫ്രാങ്കമുത്തിന്റെ മെയിൻ ഗേറ്റ്. After half a mile, you have reached your destination. It is on your right. വരുന്നേ പൊളിക്കാൻ വരുന്നേ. അപ്പോൾ ഡൗൺ ടൗണിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു റിവർ ബോട്ട് ഉണ്ട്. സാധാരണ റിവർ ബോട്ട് ഞങ്ങൾ എല്ലാ പ്രാവശ്യം വരുമ്പോൾ കാണാറില്ല കേട്ടോ. ഈ പ്രാവശ്യം ഞങ്ങൾ റിവർ ബോട്ട് കണ്ടു. അപ്പോൾ ഞങ്ങൾ വേഗം കാറ് പാർക്ക് ചെയ്ത് അവിടേക്ക് വേഗം പോവാന്ന് പ്ലാനിട്ട് ഞാനും മോങ്ക്രി ഏട്ടനും കൂടിയിട്ട് വേഗം നടന്നു കേട്ടോ. ഇപ്പൊ നമ്മള് ബോട്ടിക്ക് പോവാ നമ്മള്. ഓക്കെ, നിക്കോ ഇതെന്തത് മോങ്ക്രി ഇക്കടാ. പോവാറായിരിക്കണല്ല. ബോട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിട്ടില്ല. അറിയില്ല ഇപ്പോൾ പോന്ന് തോന്നുന്നു. വലിയ റിവറൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇത്ര നാളിവിടെ വന്നിട്ട് ബോട്ടിൽ പോയിട്ടില്ല. അപ്പോൾ ടൂറൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ലേറ്റാവെന്ന് വിചാരിച്ചിട്ട് പോയി ടിക്കറ്റ് എടുക്കുന്നുണ്ട്.
അപ്പോൾ ഏട്ടൻ പോയിട്ട് വേഗം ടിക്കറ്റ് എടുത്തോട്ടെ. ഞങ്ങൾക്ക് കിട്ടിയത് 6:30 ഇപ്പോൾ പോകുന്ന ബോട്ടാണ്. അപ്പോൾ അതേ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് നേരെ അടിയിലേക്ക് പോവാണ്. 1 hour ഒരു ടൂറാണ് കേട്ടോ നമ്മുടെ റിവർ ബോട്ടിലുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നു പോയി. മോങ്ക്രി അപ്പോഴേക്കും അവിടെ ഉള്ളതൊക്കെ ഒന്ന് വീക്ഷിച്ച് ഇങ്ങനെ നിന്നു. പിന്നെ അവനോട് ബോട്ടിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ അവൻ ഓടിപ്പോന്നു ഏട്ടൻ്റെ കൂടെ. അങ്ങനെ നമ്മളത് ആ ബോട്ടിലേക്ക് പോകുന്നു. ഇനി ബോട്ടിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും ബോട്ടിൻ്റെ ഉള്ളിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്ന് നോക്കൂ, നല്ല വെള്ളച്ചാട്ടം ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ ആദ്യം മോങ്ക്രി Welcome aboard. This is the Bavarian Belle. The Belle is a true flat-bottom paddle wheel driven. Mrs. Wait for us to go with that. Don't want to be there when that happens. We'll do that right after we leave the dock. Once you hear hot pretzels, you get them with or without salt or cheese. We make the world's best popcorn on the boat. It's made in coconut oil. It's not good for you when it's $2. Son, they're both captains. We own and operate the boat. It's not some big company. It's out in front of the window. If you look out there, right beyond him, you can see it out there. It's brass and bronze. This is called the caliber triple chine. These were common on river boats in the 1800s. Those were steam-powered vessels, so they used steam to blow them. They could do that all they wanted. We're diesel-powered, so we have to use compressed air. And we can only do that for about 7 seconds. It empties a 240-gallon air tank in that length of time. So it uses a tremendous amount of air. It works on the same principle as blowing across the top of a soda bottle. There's a large bronze casting with 3 circular slots, and above each one of those slots, there are not too many horns you can feel when you blow them. I really do think it would be fun to put one of these on an SUV. I'm sure some of you looked down at the boat and thought it wouldn't. Boats like this in the 1800s were called packet boats. A packet boat carried passengers, but also carried a lot of cargo. In Twayati, there has been a festival called Tall Stacks, where river boats from all over the country come up the Mississippi and up the Ohio to Cincinnati, where you can ride on all different sizes of these vessels. The tall stack solved the problem of setting fire to the cotton bales, but it caused another problem. As years went on, more and more roads were built. Therefore, bridges were built that they couldn't see nothing by an inch. It might as well be a mile away. The 2 sides of the boat are the port and the starboard. The port is on the left as you face the front, and the starboard is on the right. If you were years old at the time, he had already been a brigadier general in the Army. He was appointed governor by the president because Michigan was still a territory. In fact, surveyors had gone back to Washington after looking over this territory and described it as an uninhabitable, worthless, mosquito-infested swamp. So they didn't think too much of us. Lewis Cass had a much better image of this area. A lot of things here are named after him. Cities, streets, and also rivers. Improvements were made to the dike and a scenic river walk was added in 2020. Obviously, the other side of the river does flood. There's no dike on that side. The Bavarian Inlets, what they're called. Those are common. Bavaria is a fairly large portion of Germany. At one time, it was a separate kingdom,
and that's where the settlers of Frankenmuth originated. The Cass River is very shallow. Out from our dock, it's the deepest portion of this part of the river. It's 12 to 15 feet deep there. Right here, it's only 6 or 7 feet deep. With 150 passengers to that, there's only 24 inches of the boat beneath the water. It sounds silly, but you can be standing in water a little above your knees, and we can float right by you, fully loaded. The paddle wheel does drive us forward and reverse. It's driven by a diesel hydraulic system. Are still residences. That large brown house actually had a twin on the property where the Bavarian Inn Lodge sits. When the lodge was built, parts of that home were used to expand this house and also do some architectural corrections to it. Was involved in building the hotel and named it after him. Okay. It took some time to complete the structure. Because of the small size of the property, all the parking had to be under the building. Part of this building. Today, it is Frankenmuth Brewery Restaurant. Festivals throughout the year. The 4 largest are the Bavarian Festival, the Music Fest, the Oktoberfest, and the Autofest. The Autofest attracts 2,000 automobiles in the park every year. Classic automobiles. It's one of the neatest family events in France, and it's the world's largest public celebration. And neither that one nor the one in Frankenmuth are held in October. Even though they're both called Oktoberfest, they're both held in September, simply because the weather is better. Frankenmuth and festivals, when they are, what time of the year they are. We try to keep these things full, so you're welcome to empty them. Heritage Park on the right has not always been a park. Back in the 1950s, it was a swamp. No mosquito control, and there was a block and a half from downtown. Mosquito heaven. We've been told that in the 1800s, the rivers in this area were very clean and pristine. But as more and more farmland was tilled, more silt ended up in the river. There's a lot of fish in this river, a lot of bass and also pickerel. This is a great blue heron fly. Its neck actually has a Z shape to it. And that's a nice big club or something, because even the poles are of animals that we took pictures of right along the river. Osprey. Something a lot of people don't know about osprey, or great bald eagles rather, first 5 years of a bald eagle's life, they don't have a white head or white tail. They're mostly all brown colored.
ബോട്ടുണ്ടാവും റഫ. അതേ അടുത്ത ബോട്ട് വരുന്നു. മോങ്ക്രി മോങ്ക്രി മോങ്ക്രി. ഞാനങ്ങനെ We thought we could leave it on the truck. ഹായ് കൊടുത്ത അപ്പൊ ഹായ് ദൈവമേ, ക്യാൻഡി തന്നിട്ട് നോക്ക് മോങ്കറിനെ നാക്ക്. ആ ബാഡ് ക്യാൻഡി.
ഫെറീനെ നമ്മൾ ബബായൊക്കെ പറഞ്ഞ് തിരിച്ചു പോവാണ്.